നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവും നൽകിയ ഹർജികളാണ് തള്ളിയത്. ജസ്റ്റിസ് കെ ബാബുവിന്റേതാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനി CMRനും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. പാതിവില തട്ടിപ്പ് കേസ് അനന്തു കൃഷ്ണനെ 2 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കട്ടപ്പന, തങ്കമണി എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡി. കട്ടപ്പന കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. 2 ആഴ്ച മുമ്പ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചിരുന്നു. 231 കോടിയുടെ തട്ടിപ്പ് നടന്നതിൽ ഇതുവരെ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും. 48,384 പേരാണ് തട്ടിപ്പിനിരയായതെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കേസിലെ മുഖ്യപ്രതികളെല്ലാം അറസ്റ്റിലായി. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. സീഡ് വഴിയും NGO കോൺഫെഡറേഷൻ വഴിയും പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ അടക്കം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് കേസ് അന്വേഷണ ഘട്ടത്തിലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വിവിധയിടങ്ങളിൽ കാൽപ്പാടുകൾ. ചാലക്കുടിക്കാരെ ഭീതിയിലാക്കി പുലി. കൂട് സ്ഥാപിച്ചു. നിരീക്ഷണം ശക്തമാക്കി. ചാലക്കുടിക്കാരെ കുറച്ച് ദിവസങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചു. കണ്ണമ്പുഴ ക്ഷേത്രപ്പറമ്പിലാണ് കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചത്. 24-ന് പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞ വീട്ടിൽ നിന്നും 400ഓളം മീറ്റർ അകലെയുള്ള ക്ഷേത്രപ്പറമ്പിലാണ് കൂട് സ്ഥാപിച്ചത്. പുലിയെ ആകർഷിക്കാനായി കൂട്ടിൽ ആടിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ക്ഷേത്രപ്പറമ്പിൽ പലയിടത്തുമായി പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചാലക്കുടി DFO R വെങ്കടേഷ് IFSന്റെ നേതൃത്വത്തിലാണ് കൂടൊരുക്കിയത്. അടുത്ത ദിവസം പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. RRT പ്രവർത്തകർ 3 ടീമുകളായി തിരിഞ്ഞ് 18, 20, 22, 23 വാർഡുകളിൽ നിരീക്ഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പുഴയിൽ വഞ്ചി ഉപയോഗിച്ച് പുഴയോരങ്ങളിൽ നിരീക്ഷണം നടത്തും. ഇതിന് പുറമെ ഡ്രോൺ പറത്തിയുള്ള നിരീക്ഷണവും നടത്താൻ പദ്ധതിയുണ്ട്. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം ഐനിക്കാട് മഠത്തിൽ രാമനാരായണന്റെ വീട്ടിലെ CCTV ക്യാമറയിലാണ് 24-ന് പുലർച്ചെ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വിദേശത്ത് ജോലി നോക്കുന്ന ഇവരുടെ മകൻ ബുധനാഴ്ച മൊബൈൽ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ വീടിന് മുന്നിലൂടെ ഓടിപ്പോകുന്ന അജ്ഞാത ജീവിയുടെ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടു. ക്യാമറ പരിശോധിച്ച വനം വകുപ്പ് ക്യാമറയിൽ പതിഞ്ഞ ചിത്രം പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഇതിനിടെ CMI പബ്ലിക് സ്കൂളിന് സമീപവും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതകം. 5 പ്രതികളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട പോലീസ്. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 5 പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അതുൽ, ഹരി, പ്യാരി, രാജപ്പൻ എന്നിവരുടെയും കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന പങ്കജിന്റെയും ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ഇന്നലെയാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾക്കായുള്ള വിപുലമായ അന്വേഷണത്തിലാണ് പോലീസ്. ഇപ്പോഴും പ്രതികൾ ഒളിവിൽ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മ്യാൻമാറിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത. തായ്ലൻഡിലും പ്രകമ്പനം. 20 പേർ കൊല്ലപ്പെട്ടു. മ്യാൻമാറിൽ റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തി. ഇതുവരെ 20 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പ്രാഥമിക റിപ്പോർട്ടുകളുണ്ട്. ഇന്നുച്ചയ്ക്ക് 12:50-നാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ 6.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. 17.2 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തി. ഭൂകമ്പത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം, വീടുകൾ തുടങ്ങിയവ നിലംപതിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്.